വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ നടത്തിയ പി.എൻ. പണിക്കർ അനുസ്മരണ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പറവൂർ സെന്റ് പോൾസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റീത്ത ടി.ജി ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. സ്റ്റഡി സർക്കിൾ ജനറൽ കൺവീനർ ബി. അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എം.എസ്. രാജേഷ്, ചിത്രസദനം സദാശിവൻ, സോമൻ മാധവൻ, കാർത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കുറേ പുസ്തകങ്ങൾ, കുട്ടികൾക്കായി കുറേ പുസ്തകങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ബാലസാഹിത്യങ്ങൾ എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പരിപാടി ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ലഘുടുക്കയായാലും ബാലസാഹിത്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിച്ചു തരാൻ ഒരു വലിയ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വായിക്കണം, കിട്ടുന്ന പുസ്തകങ്ങൾ എല്ലാം വായിക്കണം. ഒന്ന് മധ്യമേഖല കമ്മിറ്റി, ഉത്തരമേഖല, ദക്ഷിണമേഖല കമ്മിറ്റി നമുക്ക്. അപ്പം അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ അറിയാലോ, നമുക്ക് പി.എൻ. പണിക്കർ സാറിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ജൂൺ 19 ആതിര ദിനത്തിലാണ് ആചരിക്കുന്നതൊക്കെ. അപ്പം സാറിൻ്റെ കൂടെ 4 പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ചേർക്കലിലൊക്കെ ഓരോ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സാറും അന്നേരം അവിടെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഇതുപോലുള്ള മനോരമ, മാതൃഭൂമി, ഇരിക്കുന്ന രാജേഷ് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇഷ്ടംപോലെ ക്ലബുകളുടെയൊക്കെ പ്രവർത്തകനാണ്. ഈ സോമനായാലും ശരി, കാർത്തികായാലും ശരി, സദാശിവം മാഷൊക്കെ. അപ്പൊ ഇവരൊക്കെ വളർന്നു വരുന്നതിന്റെ പിന്നീട് ഇതുപോലുള്ള പത്രങ്ങളുടെ ഒരു സമൃദ്ധമായ ഒരു കഴിവ് അവർക്ക് കിട്ടുന്നുണ്ട്. എനിക്കറിയാം, നമുക്ക് അറിയാം, മാതൃഭൂമി എത്രമാത്രം അറിവിന്റെ തലത്തിലേക്ക് കുട്ടികളെ ഉയർത്താനായി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഫലമാണിതെല്ലാം. അപ്പോൾ ഈ രംഗത്ത് കുട്ടികളായ നിങ്ങൾ എന്തുമാത്രം വിജ്ഞാനത്തില്, അറിവില് വളരണമെന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ്. വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ക്വിസിന് സമ്മാനങ്ങളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. എത്രയോ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരുടെ ഓരോ പ്രവർത്തനവും. ഈ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയവരോ, ഇതിൽ പങ്കെടുത്തിട്ട് പ്രൈസ് കിട്ടാത്ത ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിരാശരാകണ്ട. ഇനിയും നിങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തും, പല പ്രോഗ്രാമും സ്റ്റഡി സർക്കിളിലെ നടത്തും. എല്ലാവരും പങ്കെടുക്കുക. വായന ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് മത്സരത്തിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് മാതൃഭൂമി സ്റ്റഡി സർക്കിൾ നൽകിയ പ്രോത്സാഹനത്തിനും സമ്മാനത്തിനും നന്ദി പറയുന്നു. മാതൃഭൂമി സ്റ്റഡി സർക്കിൾ വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് നടത്തുന്നുണ്ടായത്. ആദ്യം തന്നെ വേദിയിൽ നമ്മുടെ മുഖ്യാതിഥിയും വേദിയിൽ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പ്രിൻസിപ്പൽ റീത്ത മാമിനെയും മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.